Hello friends, this is Milan and welcome back to my channel. In this video, I will show you our iPhone camera tricks. Now, camera app tricks we will trick settings. This is running two devices iOS 14. We know iOS 13 support all devices iOS 14 support. That's iPhone 6 and iPhone 12 Pro Max all devices iOS 14 are currently running. But there is a difference. iPhone 10 devices Apple improvements camera features, additional features included. That's why I iPhone 7 in this video included. Now, we camera settings. Here we have iPhone 10 settings open. താഴേക്ക് പോകുമ്പോൾ നമുക്ക് ക്യാമറ ആപ്പ് കാണാൻ സാധിക്കും. ഇവിടെയാണ് സെറ്റിങ്സ്. അതിൽ ഏറ്റവും ആദ്യമുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫോർമാറ്റ്സ് ആണ്. ഫോർമാറ്റ്സിനകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഒന്ന് ഹൈ എഫിഷ്യൻസി, മറ്റൊന്ന് മോസ്റ്റ് കോമ്പാക്റ്റബിൾ. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഹൈ എഫിഷ്യൻസി? ഹൈ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ ധാരാളം വീഡിയോയും ഫോട്ടോസും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ നമുക്ക് സ്റ്റോറേജ് വളരെ കമ്മിയാണെന്ന് വെച്ചു. ഇപ്പം 64 GB അല്ലെങ്കിൽ 128 GB വേരിയൻ്റുള്ള ഡിവൈസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഫോട്ടോസും വീഡിയോസിനും എസ്പെഷ്യലി 4K വീഡിയോസ് ഒക്കെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തെങ്കിൽ ഹൈ എഫിഷ്യൻസി ഫോർമാറ്റ് ഇട്ടാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തെങ്കിൽ അതിൻ്റെ ഫയൽ സൈസ് റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും നടത്താതെ തന്നെ ഫയൽ സൈസ് കുറവുള്ള വീഡിയോസും ഫോട്ടോസും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ മോസ്റ്റ് കോമ്പാക്റ്റബിൾ എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനകത്തുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അത് സേവ് ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസും എല്ലാം JPEG അല്ലെങ്കിൽ H.264 ആയിരിക്കും. ഈ രണ്ട് ഫോർമാറ്റുകളും കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ഫോർമാറ്റ്സ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ വിൻഡോസ് യൂസർ ആണെങ്കിൽ HEVC ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഹൈ എഫിഷ്യൻസി ഫോർമാറ്റിൽ ഒരു വീഡിയോയും ഫോട്ടോ ആണ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു പക്ഷേ മീഡിയ പ്ലെയറിൽ വർക്ക് ചെയ്യത്തില്ല. വിൻഡോസ് മീഡിയ പ്ലെയറിലോ അല്ലെങ്കിൽ വിൻഡോസിൽ ചിലപ്പോൾ ഓപ്പൺ ആയില്ല എന്ന് വരും. പക്ഷേ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ വിൻഡോസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് ഫീച്ചറുകളല്ലാതെ നമ്മുടെ iPhone 12 Proയ്ക്കകത്ത് അല്ലെങ്കിൽ 12-നകത്ത് പുതിയൊരു ഫീച്ചർ ആപ്പിൾ അഡീഷണൽ കൊണ്ടുവന്നുണ്ട്. നമ്മുടെ പ്രോ റോ എന്ന് പറയുന്ന ഒരു ഫീച്ചർ. അപ്പോൾ ആപ്പിളിൻ്റെ പ്രോ റോ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് 12-bit DNG ഫോർമാറ്റിലുള്ള ഫയൽസ് ആണ്. അതായത് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കിട്ടുന്ന ആ ഒരു ഫോട്ടോസിനകത്ത് കിട്ടുന്ന എല്ലാ ഡീറ്റെയിലും കൃത്യമായിട്ട് പ്രിസർവ് ചെയ്ത് അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്ത് അതോടൊപ്പം തന്നെ ഡൈനാമിക് റേഞ്ചും കൂടെ അതിൻ്റെ ഡേറ്റാസും ആ ഒരു ഇമേജിൻ്റെ കൂടത്തിൽ ആ ഒരു ഫോട്ടോയുടെ കൂടത്തിൽ കാണും. അതെന്തിനാണ് നമുക്ക് ഗുണം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പം നമുക്ക് ഈ ഒരു ഡേറ്റാസ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ട് നല്ല ഔട്ട്പുട്ടിൽ നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയറിയാം ധാരാളം ഫോർമാറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താഴെ ലോ ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ iPhone 10s താഴേക്കുള്ള ഡിവൈസുകളാണെങ്കിൽ ഞാൻ മുമ്പ് മെൻഷൻ ചെയ്ത പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ iPhone 7 ഈ ഒരു ഓപ്ഷൻ ഡിഫറൻസ് ആണ്. സെറ്റിങ്സ് ക്യാമറ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയറിയാം. iPhone 7 വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷനിൽ ഇവിടെ 4 ഓപ്ഷൻസേ കാണിക്കുന്നുള്ളൂ. അപ്പം അത്രയും വലിയ ഡിഫറൻസ് നമുക്ക് ഈ രണ്ട് ഡിവൈസുകൾ തമ്മിലുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങളിവിടെ ഓട്ടോമാറ്റിക്കലി 24 അല്ലെങ്കിൽ 30 FPS സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങളിപ്പം 30 FPS 4K 30 FPS അല്ലെങ്കിൽ 1080p 30 FPS നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് അഡീഷണൽ ഒരു ഓപ്ഷനും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഓട്ടോ ലോ ലൈറ്റ് FPS എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് ഈ ഒരു ഫീച്ചറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രാത്രിയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി 30 FPS നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് 30 FPS 24 FPS സ്വിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഓപ്ഷനാണ് ലോ ലൈറ്റ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ അടുത്ത ഓപ്ഷനാണ്. അതായത് റെക്കോർഡ് സ്ലോ മോഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. 1080p 120 FPS 240 FPS പിന്നെ സ്റ്റേരിയോ റെക്കോർഡിംഗ് സൗണ്ട്. ആ ഒരു ഫീച്ചർ നിങ്ങൾ എപ്പോഴും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മോണോ ഓഡിയോ അല്ല സ്റ്റേരിയോ ഓഡിയോ കേൾക്കാം. രണ്ട് സൈഡിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. പിന്നീടുള്ള സെറ്റിംഗ് ആണ് നമുക്ക് പ്രിസർവ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഈ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ പ്രീവിയസ് സെറ്റിംഗ്സ് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. അതായത് ഇപ്പോൾ നമ്മൾ പോർട്രേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ക്യാമറ ആപ്പ് ക്ലോസ് ചെയ്താൽ തിരികെ നമ്മൾ ആ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ പോർട്രേറ്റ് മോഡിൽ നിന്ന് മാറി അത് സ്റ്റാൻഡേർഡ് ഫോട്ടോ മോഡിലേക്ക് വരും. അപ്പോൾ ആ സെറ്റിങ്സ് ആ ഒരു പഴയ സെറ്റിങ്സ് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഈ ക്യാമറ മോഡ് എന്ന് പറയുന്നത്. പക്ഷേ അത് ബഗ്ഗിയാണ്. ചില ഡിവൈസുകളിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ ഡിവൈസിൽ ആക്ച്വലി കൃത്യമായിട്ട് അത് വർക്കാകുന്നില്ല. പിന്നെയുള്ള ക്രിയേറ്റീവ് കൺട്രോൾസ് ആണ്. നമുക്ക് നമ്മുടെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം ഇവിടെ കുറേ ഓപ്ഷൻസ്. ഇപ്പം മേലിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ iOS 14 ഒരു എബിലിറ്റിയാണ്. മേലിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഏറ്റവും മെയിനായിട്ട് iPhone 10s കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ ഒരു ആസ്പെക്ട് റേഷ്യോസ് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. സ്ക്വയർ അല്ലെങ്കിൽ 1:1 16:9 യൂട്യൂബ് വീഡിയോയുടെ ഒരു ആസ്പെക്ട് റേഷ്യോ ആണിത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ടൈമർ കൊടുത്തിട്ടുണ്ട്. ടൈമറിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ. ഫിൽറ്റേഴ്സ് നമുക്ക് ധാരാളം ഫിൽറ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്ലാഷിൻ്റെ ഓപ്ഷൻ അതോടൊപ്പം തന്നെ ലൈവ് ഫോട്ടോയുടെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. പിന്നെ ഇവിടെ ഉള്ളത് യൂസ് വോളിയം ഫോർ ബേഴ്സ്റ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമ്മുടെ വോളിയം വോക്കേഴ്സ് നമുക്ക് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാം. ബേഴ്സ്റ്റ് മോഡ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്കറിയാം iPhone 10s iOS 14 വന്നതിന് ശേഷം കഴിഞ്ഞ
വർഷം ആപ്പിൾ ഐഫോൺ 11 കൊണ്ടുവന്ന ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഈ ഒരു ഷട്ടർ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബേഴ്സ്റ്റ് മോഡും അതോടൊപ്പം തന്നെ ക്വിക്ക് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ പിടിച്ചുകൊണ്ട് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ക്വിക്ക് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതേ സാധനം തന്നെ നമ്മൾ ഇവിടെ പിടിച്ചുകൊണ്ട് റൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ ബേഴ്സ്റ്റ് മോഡാണ്. ഇവിടെ നമ്പേഴ്സ് നിങ്ങൾക്ക് മാറുന്ന കാണാൻ പറ്റും. ഈ ഒരു സെയിം സംഭവം തന്നെ നമുക്ക് വോളിയം റോക്കേഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ അതിനകത്ത് ഡൗണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ വളരെ ക്വിക്കായിട്ട് വീഡിയോസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ക്വിക്ക് വീഡിയോ ടേക്ക് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ വോളിയം അപ്പ് ബട്ടണാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബേഴ്സ്റ്റ് മോഡും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ വോളിയം അപ്പ് ബട്ടണാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം ബേഴ്സ്റ്റ് മോഡാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെയുള്ള നമ്മുടെ QR കോഡ് സ്കാനറാണ്. അതായത് നമുക്ക് QR കോഡ് എന്തെങ്കിലും സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ ആപ്പ് ഉപയോഗിച്ച് തന്നെ ഡയറക്റ്റ്ലി വേറൊരു തേർഡ് പാർട്ടി ആപ്പിൻ്റെ സഹായമില്ലാതെ സ്കാൻ ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് നമുക്ക് കോമ്പോസിഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഐഫോൺ ഫോട്ടോഗ്രാഫിയിൽ വളരെ അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പോസിഷൻ അതിനകത്തെ ഫസ്റ്റ് ഓപ്ഷൻ ഗ്രിഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇപ്പം വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതാണ് റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഈ ഒരു റൂൾ ഓഫ് തേർഡ് ഉപയോഗിച്ച് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നടുക്കൊരു ആക്സസ് കാണാം, അതായത് ഒരു പ്ലസ് ഐക്കൺ അല്ലേ. ആ ഒരു പ്ലസ് ഐക്കൺ ഇപ്പോൾ നിങ്ങൾ ഓവർ ഹെഡ് ഫോട്ടോഗ്രാഫി, അതായത് എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ, അതായത് നിങ്ങൾക്ക് ടേബിൾ ടോപ്പ് വ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മേളിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നടുക്കത്തെ ആ ഒരു പ്ലസ് ഐക്കൺ സെൻട്രൈസ് ചെയ്ത് നിങ്ങൾക്ക് ആ ആംഗിൾ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ആംഗിളിൽ നിന്നുള്ള ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു കാണുന്ന റൂൾസ് ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ലൈനുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ലൈൻ, ആ ഒരു എഡ്ജുകളുണ്ടല്ലോ, ആ എഡ്ജുകളാണ്. അതിനകത്ത് 1, 2, 3, 4 ഈ 4 എഡ്ജുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 4 എഡ്ജുകളിൽ നടുക്കായിട്ട് നിങ്ങളുടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കോമ്പോസിഷൻ, ഒരു ബെസ്റ്റ് കോമ്പോസിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നല്ല ഫോട്ടോസുകൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നീട് നമ്മുടെ സെറ്റിംഗ്സിലുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മിറർ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നമ്മുടെ iPhone 7 നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, iPhone 7 ക്യാമറ ആപ്പിനകത്ത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ഞാൻ 2-3 ആൾക്കാർ എന്നോട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചപ്പം പറഞ്ഞൊരു കാര്യമാണ്. അതായത് അവർ ബീറ്റ പ്രൊഫൈലാണ് റൺ ചെയ്യുന്നത്. iOS 14 ബീറ്റ പ്രൊഫൈലാണ് അവർ റൺ ചെയ്യുന്നത്. ആ ഒരു ബീറ്റ പ്രൊഫൈലിനകത്ത് അവർക്ക് മിറർ ഫ്രണ്ട് ഫേസിങ് ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾഡ് ആയിട്ടുണ്ട്. അതായത് iPhone 7 8 ഒക്കെ ഈ ഒരു ഓപ്ഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഓപ്ഷന് വേണ്ടി മാത്രം ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയത്തില്ല ബീറ്റ പ്രൊഫൈൽ റൺ ചെയ്യാൻ. കാരണം ബീറ്റയ്ക്ക് അത് ധാരാളം ബഗ്ഗുകൾ കാണും. പിന്നീട് നമുക്കുള്ള മറ്റൊരു ഓപ്ഷനാണ് പ്രയോറിറ്റൈസ് ഫാസ്റ്റർ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര സ്പീഡായിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ഷട്ടർ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇമേജ് ക്വാളിറ്റിയിൽ യാതൊരു പ്രശ്നം വരാതിരിക്കാൻ, അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ വളരെ സ്പീഡിൽ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ടൈം എടുക്കും പ്രോസസ്സ് ചെയ്യാൻ. ഒരു ഇമേജ് എടുത്ത് അത് ഇമേജ് പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന ഒരു ചെറിയ സെക്കൻഡുകളുണ്ട്, മില്ലി സെക്കൻഡുകൾ ടൈമുണ്ട്. ആ ഒരു ടൈമിൽ നമ്മളെടുക്കുന്ന ഇമേജിന് ക്വാളിറ്റിയിൽ യാതൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പ്രയോറിറ്റൈസ് ഫാസ്റ്റർ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെയുള്ള 2 ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്മാർട്ട് HDRും കീപ്പ് നോർമൽ ഫോട്ടോസും എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസാണ്. അപ്പോൾ ഈ 2 സെറ്റിംഗ്സും നിങ്ങൾ എപ്പോഴും എനേബിൾ ചെയ്തിടുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് HDR ഫോർമാറ്റിലുള്ള ഫോട്ടോയും കിട്ടും, അതോടൊപ്പം തന്നെ അതിൻ്റെ തന്നെ നോർമൽ ഫോട്ടോയും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം സൗകര്യമാവും. എനിക്കറിയാം ഈ വീഡിയോ കാണുന്നതിൽ ധാരാളം പേരും iPhone 12ഉം 12 പ്രോയും 11 പ്രോയും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കുള്ള അഡീഷണൽ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. ഇതിൽ നിങ്ങൾക്കറിയാം ഈ ഒരു കോമ്പോസിഷൻ്റെ കൂട്ടത്തിൽ നമുക്ക് അഡീഷണലി വരുന്ന കുറച്ച് ഫീച്ചേഴ്സാണ്. അതായത് ഓട്ടോ അപ്ലൈ അഡ്ജസ്റ്റ്മെൻറ്റ്, വീഡിയോയും ഫോട്ടോയും ക്യാപ്ചർ ഔട്ട്സൈഡ് ദ ഫ്രെയിം എന്ന് പറയുന്ന ഈ 2 ഓപ്ഷൻസ്. അത് നിങ്ങളൊക്കെ ഈ 3 ഫീച്ചേഴ്സ് എപ്പോഴും നിങ്ങൾ എനേബിൾ ചെയ്തിടുക. അത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ക്യാമറ ട്രിക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് നമുക്ക് താഴെ നോക്കി അറിയാം, നമുക്ക് പോർട്രേറ്റ് ഫോട്ടോ ഉണ്ട്, നമുക്ക് ധാരാളം സെറ്റിംഗ്സ് ഉണ്ട്. iPhone 7 Plus മുതലുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്കറിയാം പോർട്രേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ ഉണ്ട്. അപ്പോൾ ഈ ഒരു പോർട്രേറ്റ് ഓപ്ഷനകത്ത് നമുക്ക് ധാരാളം സെറ്റിംഗ്സുകളുണ്ട്. ഈ ലൈറ്റ് സെറ്റിംഗ്സ് ആണ് ധാരാളം. അതിനകത്ത് നിങ്ങൾക്ക് ഹൈ കീ ലൈറ്റ്, സ്റ്റേജ് ലൈറ്റ്, അതേപോലെ തന്നെ നമുക്ക് കൺട്രോൾ ലൈറ്റ്, സ്റ്റേജ് ലൈറ്റ്, സ്റ്റുഡിയോ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് സൂപ്പറായിട്ട് പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കുള്ളതാണ് പനോരമ. പനോരമയുടെ ഓപ്ഷനാണ് ഈ പാനോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സൈഡ് വൈസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമുക്ക് സ്വിച്ച് ചെയ്യാം. ഇപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്, ഇനി നിങ്ങൾക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു പാനോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വൈഡ് ആംഗിൾ, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ലാത്ത ഡിവൈസുകളിൽ നമുക്ക് അൾട്രാ വൈഡ് ഫോട്ടോസ് എടുക്കാൻ നമുക്ക് ഈ ഒരു പനോരമ ഓപ്ഷൻ നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഇപ്പം
ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് അല്ല ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് നമുക്ക് ഈ ഒരു സ്ലൈഡർ അഡ്ജസ്റ്റ്, അതായത് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഫോട്ടോ മേളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് വൈഡർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് വൈഡ് ഷോട്ട്സ് ഈ ഒരു പാനോരമ വെച്ച് എടുക്കാൻ സാധിക്കും. പിന്നീടുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ടൈം ലാപ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ. ടൈം ലാപ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത്ര ടൈമിലെ ഓരോ ഫ്രെയിംസ് വെച്ച് ക്യാപ്ചർ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ടൈം ലാപ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഹൈപ്പർ ലാപ്സും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ടൈം ലാപ്സിൽ നമ്മൾ മോഷൻ കൊടുത്താൽ മതി. ടൈം ലാപ്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മോഷൻ അല്ലെങ്കിൽ നമ്മൾ നടക്കുകയോ മൂവ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ ആ ഒരു സെയിം സെറ്റിംഗ്സ് ഉപയോഗിച്ച് നമുക്ക് വീഡിയോ ഇച്ചിരി കൂടെ സ്റ്റെബിലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹൈപ്പർ ലാപ്സ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഈ ഒരു ടൈം ലാപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ക്യാമറ ട്രിക്സ്. അതോടൊപ്പം തന്നെ ക്യാമറ സെറ്റിംഗ്സിലെ നമ്മൾ മാറ്റേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ Milan. Catch you guys in the next video. Till then, peace.